ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ഫോളോവേഴ്സ് കിട്ടുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കിപ്പ് അടിക്കരുത്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ഈ വെബ്സൈറ്റ് വഴി നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടൊക്കെ സേഫാണ്, നമുക്ക് സേഫായിട്ട് ഫോളോവേഴ്സിനെ കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണണേ. കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത്, ഇവൻ പറയുന്ന ഒരാൾ മാത്രമേ കമൻറ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഇവൻ പറഞ്ഞ എല്ലാം ചെയ്തിട്ട് ഫോളോസ് കിട്ടിയേക്കുക, അത് സംഭവം കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കൃത്യമായി ആ ഒരു വ്യക്തി കറക്റ്റായിട്ട് ചെയ്തായിരുന്നേ അത് കിട്ടിയാണ്, ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരാം ആ ഒരു വെബ്സൈറ്റ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ? ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മച്ചന്മാരെ. കമൻറ്റ് എഴുതിയിടുക, നല്ല നല്ല കമൻറ്റൊക്കെ എഴുതിയിടുക. നേരെ നമുക്ക് വെബ്സൈറ്റ് പരിചയപ്പെടാം. അപ്പം മച്ചന്മാരെ, ഞാൻ ഈ ഒരു ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബ്രോ ഇതെന്താണ് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ ഫോളോസിന് കൊടുത്തേക്കുന്നത്? ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ താഴെ വാച്ച് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഫോളോസ് പോകുന്ന ഒരു വെബ്സൈറ്റിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഈ വാച്ച് നൗവിനകത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ പോയി ആ വീഡിയോ കണ്ടുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു പോസ്റ്ററാണ് അത്. ഓക്കെ, അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ബ്ലാക്ക് ബോക്സ് ഓപ്പൺ വെബ്സൈറ്റ് എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. എന്നിട്ട് താഴോട്ട് വന്ന 2 ചാനലുണ്ട്, അത് 2 സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ക്രോമിലേക്ക് തന്നെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റിൽ നിന്ന് ആയിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ശേഷം നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഡായി വന്നിട്ടുണ്ട്. സോ ഇത് തുർക്കി വെബ്സൈറ്റാണ്, അതാണ് ഭാഷയൊക്കെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ മേളിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടോ, ആ ഒരു ബട്ടനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ലോഗിൻ ബട്ടനാണ്. നിങ്ങൾ ഒരിക്കലും ഒറിജിനൽ അക്കൗണ്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യരുത്, ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. നമുക്ക് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കിട്ടാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇതോണക്കുള്ള വെബ്സൈറ്റ് പിന്നെ റിപ്പീറ്റ്ലി വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന്. മച്ചന്മാരെ, ഇത് ആ വെബ്സൈറ്റ് അല്ല, ഇത് ഈ സെയിം മോഡൽ ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, എന്നാൽ ഇത് വേറെ വെബ്സൈറ്റാണ്. നിങ്ങൾ ഡൊമൈൻ പേര് തമ്മി നോക്കിയാൽ മതി. മറ്റേ വെബ്സൈറ്റ് ഈ മോഡൽ ഇരിക്കുന്നെങ്കിലും അതിൻ്റെ പേര് വേറേതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെല്ലാം ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഈ വെബ്സൈറ്റ് മൊത്തത്തിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് പെർ ഡേ 500 1000 വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ്, ഫസ്റ്റ് ബോക്സിൽ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക, രണ്ടാമത്തെ ബോക്സിൽ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഏറ്റവും താഴെ ലോഗിൻ ബട്ടനാണ്, അവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാലോ, ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ നമുക്ക് ഫോളോസ് കിട്ടാം. ഒറിജിനൽ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷന് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്തു, ശേഷം ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. ഞാൻ ബ്ലർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന ആ ഒരു ലോഗിൻ ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിനായി. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗം ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എനിക്കിവിടെ ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോയോ ഇൻസ്റ്റഗ്രാമോ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എൻ്റെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സിനായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തന്നെ 210 കാണാൻ സാധിക്കും. ഇതാണ്ട് ഇവിടെ 210 എഴുതിക്കുന്നുണ്ട്, ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു 210 ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താപ്പോട്ട് നീക്കി വരണം. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് നമുക്ക് ഫോളോവേഴ്സിന് വേണ്ട അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്കല്ലേ ഫോളോസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. പിന്നെ ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന ആ ഒരു പച്ച ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മച്ചന്മാരെ. അപ്പോഴത്തേക്ക് നമ്മൾ ഹോം പേജിലേക്ക് ലോഡായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഹോം പേജിലേക്ക് ലോഡായി വരും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ, 4 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ 50 കാണാൻ സാധിക്കും. ഈ 50ൻ്റെ താഴെ തന്നെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചില സമയത്ത് 50 ഫോളോസ് കിട്ടും, ചിലപ്പോൾ അതിൻ്റെ താഴെ കിട്ടുള്ളൂ. ഈ വെബ്സൈറ്റ് എത്രത്തോളം ആൾക്കാർ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് നമുക്ക് അത്ര സ്പീഡപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ടൈമർ ഓടുന്നുണ്ട് മച്ചന്മാരെ. ഈ ഒരു ടൈമർ 0 ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഇവിടെ
ഫോളോവേഴ്സ് ഇൻക്രീസ് ആവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് വരുന്നതിൻ്റെ പ്രൂഫ് കാണിക്കാൻ പറ്റില്ല, കാണിക്കണമെന്നുണ്ട്. സോ എനിക്ക് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഇൻസ്റ്റഗ്രാം ലോഗോയോ ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചന്മാരെ, നമ്മളിപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഈ വെബ്സൈറ്റിൽ നിന്ന് ഒരു വട്ടം ഫോളോവേഴ്സ് കൂട്ടിയാൽ പിന്നെ നമുക്ക് ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് 30 മിനിറ്റോ അല്ലെങ്കിൽ 60 മിനിറ്റോ കഴിഞ്ഞിട്ട് പിന്നെ ആ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് പിന്നെയും ഫോളോവേഴ്സ് കൂട്ടാം. അപ്പം തന്നെ കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ രണ്ടാമതായിട്ട് പുതിയൊരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതും അപ്പം തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ ഇതിൻ്റെ മേളിൽ തന്നെ ചെറിയൊരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ ലോഗിൻ ചെയ്തേക്കുന്ന ഫേക്ക് അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. നല്ലൊരു വെബ്സൈറ്റാണ്. കിടിലമായിട്ട് വർക്കിംഗ് ആയിട്ട് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതാണ്ട് ഈ മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. കേരളക്കാർ ഇറക്കിയതാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് കേരളക്കാർ ഇറക്കിയ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ തന്നെ ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറിജിനൽ അക്കൗണ്ട് ഈ ആപ്പ് എന്തുകൊണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ആപ്പ് വഴി ഈ ആപ്പ് ഉപയോഗിക്കുന്നവർക്കും നമുക്കും ഒക്കെ കിട്ടുന്ന റിയൽ മലയാളി ഫോളോവേഴ്സാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഓരോരുത്തരെ ഫോളോ ആണ് ചെയ്യുന്നത്. അങ്ങോട്ട് ഫോളോ ചെയ്യുമ്പോൾ അവർ തിരിച്ച് ഫോളോ ചെയ്യും. അതാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മലയാളി ഫോളോവേഴ്സാണ് കിട്ടുന്നത് ഈ ഒരു ആപ്പ് വഴി. അപ്പം ഈ ഒരു ആപ്പിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് തന്നെ കേരള ഫോളോസ് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് പേരാണ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്ന ഫേക്ക് ഫോളോവേഴ്സ് അല്ല, ഒറിജിനൽ ഫോളോവേഴ്സാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിനകത്ത് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ ഫേക്ക് അക്കൗണ്ടിലോട്ട് മാത്രമേ ഫോളോസ് കിട്ടാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ ഒറിജിനൽ അക്കൗണ്ടിലോട്ടേ ഫോളോസ് കിട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും എന്താണ് കിട്ടുന്നത്? ഫേക്ക് ഫോളോവേഴ്സ് ആണോ? അല്ല, ഒറിജിനൽ മലയാളി ഫോളോവേഴ്സാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ആപ്പിനകത്ത് ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം വരുമോ? ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീം തന്നെ ഇറക്കിയതാണ് ഈ ഒരു ആപ്പ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ആപ്പ് ഇറക്കിയത് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളി ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരാം. മച്ചന്മാരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.